Today, you are welcome to a new video of Ramanuja Institute of Accounting. Basic Accounting Class 2 ആണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ നമുക്കൊരു ബിസിനസ് ട്രാൻസാക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. എന്താണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷന്റെ പ്രത്യേകത? Dual aspect is the basic principles of accounting. എന്നുവെച്ചാൽ എന്താണ്? ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻസിലും എപ്പോഴും രണ്ട് ആസ്പെക്ട്സ്, രണ്ട് ഘടകം ഉണ്ടായിരിക്കും. ഒന്ന് റിസീവിംഗ് ആസ്പെക്ട്, മറ്റൊന്ന് ഗിവിംഗ് ആസ്പെക്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനും എപ്പോഴും നാം രണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. റിസീവിംഗ് ആസ്പെക്ട് ഈസ് കോൾഡ് ഡെബിറ്റ്. റിസീവിംഗ് ആസ്പെക്ടിന് എന്ത് പറയുന്നു? ഡെബിറ്റ് എന്ന് പറയുന്നു. അതിനെ DR എന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗിവിംഗ് ആസ്പെക്ട് ഈസ് കോൾഡ് ക്രെഡിറ്റ്. അതിനെ CR എന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് വെച്ച് ഓരോ ട്രാൻസാക്ഷൻസിലും എങ്ങനെയാണ് അതിലുള്ള എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ബോട്ട് ഫർണിച്ചർ റുപ്പീസ് 50,000. 50,000 റുപ്പീസ് നൽകിയിട്ട് നാം എന്ത് വാങ്ങിച്ചു? ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പൊ ബിസിനസ്സിൽ എന്ത് വരുന്നു? എന്താണ് ഇവിടെ റിസീവിംഗ് ആസ്പെക്ട്? ഫർണിച്ചർ. ഗിവിംഗ് ആസ്പെക്ട് ക്യാഷ്. എന്ന് വെച്ചാൽ ഈ ഒരു ട്രാൻസാക്ഷൻസിൽ വരുന്ന രണ്ട് ആസ്പെക്ട്സ്, രണ്ട് ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ക്യാഷ്, മറ്റൊന്ന് ഫർണിച്ചർ. അവിടെ ഫർണിച്ചർ നാം റിസീവ് ചെയ്യുന്നു, ക്യാഷ് നാം നൽകുന്നു. ഇവിടെ റിസീവിംഗ് ആസ്പെക്ട് അല്ലെങ്കിൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫർണിച്ചർ. ദെൻ ഗിവിംഗ് ആസ്പെക്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ്. ഇവിടെ റിസീവിംഗ് ആസ്പെക്ട് ഉണ്ട്, ഗിവിംഗ് ആസ്പെക്ട് ഉണ്ട്. അതിന്റെ രണ്ടിന്റെ വാല്യൂ എന്താണ്? തുല്യമാണ്, ഈക്വൽ ആണ് അല്ലെ? നമ്മൾ 50,000 റുപ്പീസ് നൽകിക്കൊണ്ട് അത്രയും വാല്യൂ വരുന്ന ഫർണിച്ചർ വാങ്ങിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻസിലും എപ്പോഴും രണ്ട് എലമെന്റ്സ് ഉണ്ടായിരിക്കും. അതിന്റെ വാല്യൂ എന്തായിരിക്കും? എപ്പോഴും തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതാണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷന്റെ പ്രത്യേകത. അപ്പൊ ഓർത്ത് വെക്കുക, എപ്പോഴും ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് അക്കൗണ്ടിനെ അഫക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡ്യുവൽ ആസ്പെക്ട് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ്, അക്കൗണ്ടിംഗ് ഇക്വേഷൻ. എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ? അക്കൗണ്ടിംഗ് ഇക്വേഷൻ സിഗ്നിഫൈസ് ദാറ്റ് the assets of a business are always equal to the total of its liabilities and capital. ഒരു ഫേമിലുള്ള മൊത്തം അസറ്റിന്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും അവിടെയുള്ള ടോട്ടൽ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, അവിടെയുള്ള ലയബിലിറ്റിയുടെയും ക്യാപിറ്റലിന്റെയും തുക. അപ്പൊ നമുക്ക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എങ്ങനെ പറയാം? അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ഇതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. എപ്പോഴും അസറ്റിന്റെ വാല്യൂവിന് തുല്യമായിരിക്കും ആ ഫേമിലുള്ള ടോട്ടൽ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ ലയബിലിറ്റി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ദെൻ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. അങ്ങനെയാണെങ്കിൽ അസറ്റ് മൈനസ് ക്യാപിറ്റൽ മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മളിപ്പോ പഠിച്ചിരിക്കുന്നത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് 1 ബേസിക് ടേംസിൽ പഠിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ഈ മൂന്ന് കോമ്പണൻസും ബാലൻസ് ഷീറ്റിൽ യൂസ് ചെയ്യുന്ന ഐറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് ഇക്വേഷന് എന്ത് പറയാം? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നുകൂടെ പറയാം. The accounting equation shows the fundamental relationship among the components of the balance sheet. So it is also called balance sheet equation. ഇനി നമുക്ക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാം. ഇവിടെ ട്രാൻസാക്ഷൻസ് നൽകിയിട്ടുണ്ട്. ആ ട്രാൻസാക്ഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ഓരോ ട്രാൻസാക്ഷൻസിലും വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ് അതിനെ നാം ക്ലാസിഫൈ ചെയ്യും. അസറ്റ് എന്തൊക്കെയാണ്, ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, ക്യാപിറ്റൽ, ഇങ്ങനെ നാം അതിനെ തരംതിരിക്കുക. അതിനനുസരിച്ച് അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റ് വരക്കുക. അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുക. എന്ത് പ്രൂവ് ചെയ്യണം? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അപ്പൊ ഇവിടെ ഈ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ആദ്യം ഒന്ന് നോട്ട് ചെയ്യാം.
അത് നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ, രാജ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 2,50,000. രാജ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എത്ര ഇൻവെസ്റ്റ് ചെയ്തു? 2,50,000 ആണല്ലോ. അപ്പൊ അവിടെ ക്യാഷ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻസിൽ വരുന്ന രണ്ട് എലമെന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷ്, പിന്നെയോ ബിസിനസ്മാൻ ബിസിനസ്സിൽ എന്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് എന്ത് പറയും? ക്യാപിറ്റൽ എന്ന് പറയും ആണല്ലോ. അപ്പൊ ഒന്ന് ക്യാപിറ്റൽ. ക്യാഷും ക്യാപിറ്റലുമാണ് ഈ ഒരു ട്രാൻസാക്ഷൻസിൽ വരുന്ന രണ്ട് എലമെന്റ്. ക്യാഷ് എന്ന് പറയുന്നത് ബിസിനസിന് എന്താണ്? അസറ്റ് ആണ് അല്ലേ. അപ്പൊ അസറ്റില് നാം എന്ത് നൽകണം? ക്യാഷിനൊരു കോളം പ്രൊവൈഡ് ചെയ്യണം. എന്നുവെച്ചാൽ എന്തൊക്കെ അസറ്റ് ഉണ്ടോ അത്രയും കോളംസ് നമ്മൾ വരക്കണം. അതുപോലെ എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ടോ അത്രയും കോളംസ് നൽകണം. അതുപോലെ ക്യാപിറ്റലിന് ഒരു കോളം കൂടെ നൽകണം. അപ്പൊ നമുക്ക് മൊത്തത്തിൽ എത്ര കോളം വേണമെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഈ ഒരു ട്രാൻസാക്ഷൻസിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് എലമെന്റ്സ്? ഒന്ന് ക്യാഷ്, ക്യാപിറ്റൽ. അപ്പൊ രണ്ട് കോളം വന്നല്ലോ. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് റുപ്പീസ് 35,000. ഫർണിച്ചർ വാങ്ങിച്ചു 35,000 റുപ്പീസ് നൽകിക്കൊണ്ട്. അപ്പൊ അവിടെ വരുന്ന രണ്ട് എലമെന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഫർണിച്ചർ, മറ്റൊന്ന് ക്യാഷ്. ക്യാഷ് നാം ഓൾറെഡി ഒരു കോളം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫർണിച്ചർ എന്നൊരു കോളം നൽകുക. അപ്പൊ മൊത്തം എത്ര കോളായി? ക്യാഷ്, ക്യാപിറ്റൽ, ഫർണിച്ചർ. ഫർണിച്ചർ എന്ന് പറയുന്നത് ബിസിനസിന് എന്താണ്? അസറ്റ് ആണ്. അപ്പൊ ക്യാഷ്, ഫർണിച്ചർ ഇവ രണ്ടും അസറ്റിലാണ് വരുന്നത്. അസറ്റില് രണ്ട് കോളം വന്നു. പിന്നെ ഒന്ന് ക്യാപിറ്റലും. നെക്സ്റ്റ്, പെയ്ഡ് കമ്മീഷൻ റുപ്പീസ് 2,000. 2,000 എന്ത് നൽകി? കമ്മീഷൻ നൽകി. കമ്മീഷൻ എന്ന് പറയുമ്പോ ബിസിനസ്സിൽ നിന്ന് എന്താണ് പോകുന്നത്? ക്യാഷ് ആണ് അല്ലെ. അപ്പൊ ഒരു എലമെന്റ് എന്താണ്? ക്യാഷ്. മറ്റൊരു എലമെന്റ് കമ്മീഷൻ ആണ്. കമ്മീഷൻ എന്ന് പറയുന്നത് പെയ്ഡ് ആയതുകൊണ്ട് തന്നെ ബിസിനസിന് എക്സ്പെൻസ് ആണ്. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷനിൽ എക്സ്പെൻസ് ഇല്ല. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ആണ്. അവിടെ എക്സ്പെൻസ്, ഇൻകം ഇവയൊന്നുമില്ല. അതുകൊണ്ട് അതിന് പ്രത്യേക കോളം ആവശ്യമില്ല. അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്യുമ്പോൾ പറയാം. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. കടമായിട്ട് ഗുഡ്സ് വാങ്ങിച്ചു. അപ്പൊ എന്ത് വരുന്നു? ഗുഡ്സ്. അപ്പൊ അവിടെ വരുന്ന എലമെന്റ് ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറയാം. ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എന്ന് പറയാം. പിന്നെയോ കടമായിട്ട് വാങ്ങിക്കുന്നു. അപ്പൊ അവിടെ നമുക്കൊരു ലയബിലിറ്റി ഉണ്ടാവുന്നു അല്ലെ, ഒരു സപ്ലയർ. സപ്ലയർ അക്കൗണ്ടിങ്ങിൽ എന്ത് പറയും? ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. അപ്പൊ ലയബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സിന് ഒരു കോളം നൽകുക. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 20,000 ഫോർ ക്യാഷ് റുപ്പീസ് 26,000. എന്താണ് അതിന്റെ മീനിങ്? ഗുഡ്സ് സെയിൽ ചെയ്തു. എത്ര രൂപയുടെ ഗുഡ്സ്? 20,000ന്റെ ഗുഡ്സ്, 20,000 രൂപയുടെ ഗുഡ്സ്. എത്ര രൂപക്ക് സെയിൽ ചെയ്തു? 26,000ന്. എന്ന് വെച്ചാൽ 20,000 വാല്യൂ ഉള്ള പ്രോഡക്ട്സ് 26,000ന് സെയിൽ ചെയ്തു. അപ്പൊ അവിടെ 6,000 എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇവിടെ ഗുഡ്സ് ആണ്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക്. അപ്പൊ ഇവിടെ വരുന്ന എലമെന്റ് ഒന്ന് സ്റ്റോക്ക്, മറ്റൊന്ന് ക്യാഷ്. ക്യാഷ് ആണ് വരുന്നത്. ഈ രണ്ട് എലമെന്റ് ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ എത്ര കോളം വന്നു? ഒന്ന് ക്യാഷ്, ദെൻ ഫർണിച്ചർ, സ്റ്റോക്ക്. ഇവ മൂന്നും അസറ്റ് ആണ്. അപ്പൊ അസറ്റിന് 3 കോളം നമ്മൾ നൽകുക. പിന്നെയോ ക്യാപിറ്റൽ, ദെൻ ലയബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ്. അങ്ങനെ മൊത്തം എമൗണ്ട് കോളം 5 കോളം വന്നു. അതിന് പുറമെ ട്രാൻസാക്ഷൻ ഒരു കോളം കൂടെ നൽകുക. ഇപ്പോൾ ഇവിടെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങൾ വരക്കാം. ഇനി നമുക്ക് ഈ ട്രാൻസാക്ഷൻ പ്രൂവ് ചെയ്യാം. എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷനിൽ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ട്രാൻസാക്ഷൻ കോളത്തിലെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എഴുതാം. രാജ് സ്റ്റാർട്ടഡ് ബിസിനസ് അല്ലെങ്കിൽ രാജ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 2,50,000. അതിനുശേഷം ഇവിടെ 2,50,000 ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ക്യാഷ് ബിസിനസ്സിൽ വരുന്നു. അപ്പൊ ക്യാഷ് കോളത്തില് 2,50,000 എമൗണ്ട് നൽകുക. സെയിം എമൗണ്ട് എവിടെ നൽകുക? ക്യാപിറ്റൽ കോളത്തിൽ. എപ്പോഴും രണ്ട് സ്ഥലത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ക്യാഷില് 2,50,000, ദെൻ ക്യാപിറ്റലില് 2,50,000 നൽകുക. ഒരു കോളത്തില് രണ്ട് എമൗണ്ട് വരികയാണെങ്കിൽ മുഴുവൻ കോളവും ക്ലോസ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യാനില്ലെങ്കിൽ സെയിം എമൗണ്ട് താഴെ നൽകുക. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് റുപ്പീസ് 35,000. 35,000ന് ഫർണിച്ചർ വാങ്ങിച്ചു അല്ലെ. അപ്പോ എന്ത് ബിസിനസ്സിൽ വരുന്നു?
ഫർണിച്ചർ വരുന്നു. എന്ത് പോകുന്നു? ക്യാഷ് പോകുന്നു. അപ്പൊ ക്യാഷിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ മൈനസ് ഫിഗർ ഇട്ട് നൽകുക, അല്ലെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ നൽകുക. ബ്രാക്കറ്റിനുള്ളിൽ നൽകുമ്പോൾ അതെന്താണ്? നെഗറ്റീവ് ഫിഗർ ആയിരിക്കും. അപ്പൊ ക്യാഷിൽ എന്ത് ചെയ്യാ? ബ്രാക്കറ്റിനുള്ളില് 35,000 എന്ന് നൽകുക, ഫർണിച്ചർ കോളത്തിൽ 35,000 എന്ന് നൽകുക. അപ്പൊ ഇവിടെ ക്യാഷ് കോളത്തിൽ 2 എമൗണ്ട് വന്നല്ലേ, അപ്പൊ മുഴുവൻ എമൗണ്ട് കോളവും ക്ലോസ് ചെയ്യാ, ദെൻ ടോട്ടൽ ചെയ്യാ. അപ്പൊ ടോട്ടൽ ചെയ്യാൻ ഇല്ലാത്തത് താഴെ സെയിം എമൗണ്ട് എഴുതാം. അപ്പൊ ഇവിടെ ക്യാഷ് 2,50,000 ഓൾറെഡി ഉണ്ടായത്, അതിൽ ഫർണിച്ചർ -35,000 വന്നു. അപ്പൊ ക്യാഷിന്റെ ടോട്ടൽ എത്രയാണ്? 2,15,000. ഫർണിച്ചർ ടോട്ടൽ ചെയ്യാനില്ല, അപ്പൊ സെയിം എമൗണ്ട് 35,000 താഴെ നൽകുക, ക്യാപിറ്റലിന്റെ 2,50,000 താഴെ നൽകുക. അപ്പൊ ഇങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. നെക്സ്റ്റ്, പെയ്ഡ് കമ്മീഷൻ ₹2,000. കമ്മീഷൻ നൽകുന്നു. അപ്പൊ എന്ത് പോകുന്നു? ക്യാഷ് പോകുന്നു. ക്യാഷ് കോളത്തിൽ ബ്രാക്കറ്റിനുള്ളിൽ 2,000 നൽകുക, കാരണം ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നു. പിന്നെയോ ബിസിനസ്സിൽ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റലും ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, എക്സ്പെൻസിന്റെ കേസിൽ ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നു, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ക്യാഷിലും ക്യാപിറ്റലും നെഗറ്റീവ് ഫിഗറായി നൽകുക, ബ്രാക്കറ്റിനുള്ളിൽ നൽകുക. ഇൻകത്തിന്റെ കേസ് ആണെങ്കിലോ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും, അതോടൊപ്പം ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇൻകം വരികയാണെങ്കിൽ ക്യാഷിലും ആഡ് ചെയ്യും, ക്യാപിറ്റലിലും ആഡ് ചെയ്യണം. ഇനി എന്ത് ചെയ്യാം? മുഴുവൻ കോളവും ക്ലോസ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ക്യാഷ് കോളത്തിൽ അഗൈൻ മൈനസ് ആണ് ചെയ്യുന്നത്, അപ്പൊ എമൗണ്ട് 2,13,000. ഫർണിച്ചർ സെയിം എമൗണ്ട് താഴെ നൽകുക, 35,000. ക്യാപിറ്റൽ മൈനസ് ചെയ്യുക, 2,48,000. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹40,000. 40,000 രൂപ വിലയുള്ള ഗുഡ്സ് കടമായി വാങ്ങിച്ചു. കടമായിട്ടാണ് വാങ്ങിക്കുന്നത്. എന്ത് വരുന്ന ബിസിനസ്സിൽ എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ സ്റ്റോക്കില് 40,000 എമൗണ്ട് നൽകുക. പിന്നെയോ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ, ക്രെഡിറ്റേഴ്സ് എന്ന ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ലയബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സിൽ എന്ത് നൽകുക? 40,000 നൽകുക. ഇവിടെ ഇപ്പോ ഒരു കോളത്തിൽ 2 എമൗണ്ട് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ടോട്ടൽ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹20,000 ഫോർ ക്യാഷ് ₹26,000. അപ്പൊ ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യും? 20,000ന്റെ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു, അപ്പൊ എത്ര രൂപ ലഭിക്കുന്നു? 26,000. 26,000നാണ് സെയിൽ ചെയ്യുന്നത്, അപ്പൊ അത്രയും ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ക്യാഷ് കോളത്തിൽ 26,000 നൽകുക. പിന്നെയോ എത്ര രൂപയുടെ ഗുഡ്സ് ആണ് നമുക്ക് പോകുന്നത്? എത്ര രൂപയുടെ ഗുഡ്സ് ആണ് ഡിക്രീസ് ചെയ്യുന്നത്? 20,000. അപ്പൊ സ്റ്റോക്കില് ബ്രാക്കറ്റിനുള്ളിൽ 20,000 നൽകുക. പിന്നെയോ 20,000 ഗുഡ്സ് 26,000 രൂപയ്ക്ക് സെയിൽ ചെയ്യുമ്പോൾ അവിടെ 6,000 എന്താണ്? പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആ ഡിഫറൻസ് 6,000 ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. ലോസ് ആ ലഭിക്കുന്നതെങ്കിൽ മൈനസ് ചെയ്യണം. ഇവിടെ ഇപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആണ്, അപ്പൊ ക്യാപിറ്റൽ കോളത്തിൽ 6,000 ആഡ് ചെയ്യുക. മുഴുവൻ കോളവും ക്ലോസ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അപ്പൊ ക്യാഷിൽ എത്ര കിട്ടും? 2,39,000. ദെൻ ഫർണിച്ചർ സെയിം എമൗണ്ട് 35,000 നൽകുക. സ്റ്റോക്ക് 20,000, ക്യാപിറ്റൽ 2,54,000, ക്രെഡിറ്റർ 40,000. അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻസ്. ഇനി എന്ത് നമ്മൾ പ്രൂവ് ചെയ്യണം? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അപ്പൊ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അസറ്റ് ഏതൊക്കെയാണ്? ക്യാഷ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ഫർണിച്ചർ. അപ്പൊ ഇത് മൂന്നും ടോട്ടൽ ചെയ്യുക. ഇസ് ഈക്വൽ ടു എന്ത് ലഭിക്കണം? ക്യാപിറ്റൽ പ്ലസ് ഇവിടെ ക്രെഡിറ്റർ ആണല്ലോ. അപ്പൊ നമ്മള് ക്യാഷ് പ്ലസ് ഫർണിച്ചർ പ്ലസ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ക്രെഡിറ്റർ. അപ്പൊ എങ്ങനെ എഴുതാം? 2,39,000 പ്ലസ് 35,000 പ്ലസ് 20,000 ഇസ് ഈക്വൽ ടു 2,54,000 പ്ലസ് 40,000. ദാറ്റ് ഇസ് ഈക്വൽ ടു 2,94,000 ഇസ് ഈക്വൽ ടു 2,94,000. അപ്പൊ മനസ്സിലായോ? അപ്പൊ നമുക്ക് ലഭിച്ചില്ലേ? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. രണ്ടിന്റെ വാല്യൂ ഈക്വൽ അല്ലേ?
അപ്പൊ ഇതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്താലും അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി നമുക്ക് ലഭിച്ചിരിക്കും. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.